24 ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. ഇടുക്കിയിലെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സാഹസിക വിനോദ കേന്ദ്രങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം നടപടി കടുപ്പിക്കുന്നു. സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ഈ മാർച്ച് 31 മുൻപ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. കഴിഞ്ഞ നവംബറിൽ ആനച്ചാൽ സ്കൈ ഡൈനിങ്ങിൽ സഞ്ചാരികൾ കുടുങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ പരിശോധന നടത്താനുള്ള തീരുമാനം വന്നത്. ടൂറിസം കേന്ദ്രങ്ങളുടെ അതുപോലെ തന്നെ ഈ സാഹസിക ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ വാർഡ് വൈസ് ഓരോ ലോക്കൽ ബോഡികളിലെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ ജോയിന്റ് ഡയറക്ടർ LSCD അതിനുശേഷം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോയിന്റ് ഡയറക്ടർ LSCD അത് ഒരു ഗൂഗിൾ ഷീറ്റിൽ ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ തന്നിട്ടുണ്ടത്. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും നമ്മൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഉടനെ ഈ 14-ാം തീയതി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 14 കഴിഞ്ഞിട്ട് നമ്മൾ ആ പരിശോധന ആരംഭിക്കും. ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. പറയൂ രാഹുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വരുന്ന 14-ാം തീയതി മുതൽ ഇടുക്കിയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന തുടങ്ങുമെന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 28-നാണ് അടിമാലി ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ ആള് കുടുങ്ങുകയും പിന്നീട് അത് വലിയ വിവാദമാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. 1 മാസത്തിനകം പരിശോധന എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ SIR-ന്റെ തിരക്കും വന്നതുകൊണ്ട് അത് നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഈ മാർച്ച് 31 മുമ്പ്, മാർച്ച് 31 ശേഷം വീണ്ടും സീസണുകൾ തുടങ്ങുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് 31 മുമ്പ് പരിശോധന പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം പോയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിലാണ് പരിശോധന നടത്തുക. ഏതെങ്കിലും അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അടച്ചുപൂട്ടും എന്നുള്ള കാര്യം കട്ടായം കളക്ടർ പറഞ്ഞിരിക്കുകയാണ്. അനുമതിയില്ലാതെ നിരവധി സാഹസിക സഞ്ചാര കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ ഒരു ഉറപ്പ് വരുത്തുന്നതിന് കൂടിയാണ് ഈ പരിശോധന എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.